ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നോക്കി അല്ലേ. ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സിമ്പിളാണ്, വേഗം തന്നെ നമുക്ക് ഡേറ്റ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ റൂട്ട് നോഡിലുള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനത്തെ ഉള്ള എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി ടു മെനി റിലേഷൻഷിപ്പ് അതിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പിന്നെ അത് ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്, IBMൻ്റെ അവർ അതാണ് യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേറ്റ മോഡലാണ് നെറ്റ്വർക്ക് മോഡൽ. ഓക്കെ, സോ നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹൈറാർക്കിക്കൽ മോഡൽ ആക്ച്വലി ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റേഷൻ അല്ലേ. പക്ഷെ നെറ്റ്വർക്ക് മോഡൽ ഒരു ഗ്രാഫ് പോലെ ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് വരുന്ന ഡിഫറൻസ്. ഇനി നമ്മുടെ ഹൈറാർക്കിക്കൽ മോഡലിൽ ഒരു ചൈൽഡിന് ഒരു പാരൻറ്റേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളുടെ നെറ്റ്വർക്ക് ഡേറ്റ മോഡലിൽ ഒരു ചൈൽഡിന് മോർ ദാൻ വൺ പാരൻറ്റിനോട് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്കറിയാം. ഹൈറാർക്കിക്കലിൽ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? റിഡൻഡൻസി വരും. അതായത് ഒരു ഡേറ്റയ്ക്ക് ഒരു ചൈൽഡിന് ഒരു പാരൻറ്റേ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ചൈൽഡിൽ ഉണ്ടാവുന്ന ഡേറ്റ നമുക്ക് വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. വേറൊരു വൺ ടു മെനി റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് എവിടെയൊക്കെ വേണ്ടി വരുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഈ ഡേറ്റ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മോർ ദാൻ വൺ പാരൻറ്റ് ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ കണക്ഷൻ എടുത്തിട്ട് ഈ ഡേറ്റയിലോട്ട് ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അത് പാരൻറ്റിനോട് ആയിക്കോളും. ആർക്കൊക്കെയാണ് ഈ ഡേറ്റ ആക്സസ് ചെയ്യേണ്ടത് അവരെ നമുക്ക് എന്താ പറയുക പോയിന്റർ വെച്ചിട്ട് അതിനൊരു ഡയറക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡിഫറൻസ് മെനി ടു മെനി ഡേറ്റ റിലേഷൻഷിപ്പ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെനി ടു മെനി റിലേഷൻഷിപ്പ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വൺ ടു മെനി റിലേഷൻഷിപ്പ്, അതായത് നമ്മളുടെ നെറ്റ്വർക്ക് മോഡലിൽ ആദ്യമായിട്ട് വൺ ടു മെനി റിലേഷൻഷിപ്പ് ഫോളോ ചെയ്ത ഡേറ്റ മോഡൽ ഏതാ ചോദിച്ചാൽ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലാണ്. മെനി ടു മെനി റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ സഹായിച്ച ആദ്യത്തെ ഡേറ്റാബേസ് മോഡൽ ഏതാ ചോദിച്ചാൽ നെറ്റ്വർക്ക് മോഡലാണ്. ഓക്കെ, നെറ്റ്വർക്ക് മോഡൽ ആക്ച്വലി വൺ ടു മെനി റിലേഷൻഷിപ്പും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ മെനി ടു മെനി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് നെറ്റ്വർക്ക് മോഡലിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്തത് കൊഡാസിൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ്. മീൻസ് കോൺഫറൻസ്, അതായത് ഒരു കൊഡാസിൽ എന്ന് പറയും കോൺഫറൻസ് ഓൺ ഡേറ്റ സിസ്റ്റം ലാംഗ്വേജ്. അതായത് ഒരു ഡേറ്റ സിസ്റ്റം ലാംഗ്വേജസിൻ്റെ ഒരു കോൺഫറൻസിലാണ് ഇത് ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് ചുമ്മാ ഒരു പോയിൻ്റാണ്, അത് ജസ്റ്റ് അറിഞ്ഞു വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് നമ്മൾക്ക് നോക്കുമ്പോൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് 1 ഉണ്ട്, പ്രോജക്റ്റ് 2 ഉണ്ട്. അതായത് ഒരു പ്രോജക്റ്റ് ഈസ് റിലേറ്റഡ് ടു പ്രോജക്റ്റ് 1, പ്രോജക്റ്റ് ഈസ് റിലേറ്റഡ് ടു പ്രോജക്റ്റ് 2. അപ്പോൾ അവിടെ ഒരു വൺ ടു മെനി റിലേഷൻഷിപ്പ് വന്നു അല്ലേ. ഇനി അതേപോലെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് B എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പാരൻറ്റ് ഉണ്ട് അതിന്? പ്രോജക്റ്റ് 1 ഒരു പാരൻ്റാണ്, പ്രോജക്റ്റ് 2 ഒരു പാരൻ്റാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി എന്താണ്? നമ്മളുടെ ഒരു ചൈൽഡിന് മോർ ദാൻ വൺ പാരൻറ്റ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷനും ഇവിടെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് B എന്നുള്ള സാധനം വീണ്ടും നമുക്ക് റിപ്പീറ്റഡ്ലി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് സിമ്പിൾ ആൻഡ് ഈസി ടു ഡിസൈൻ ആണ്. ഇനി മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡൻഡൻസി കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ എവിടെയും പോയിട്ട് വെറുതെ ഇത് റിപ്പീറ്റഡായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഡ്യൂപ്ലിക്കേഷൻ അല്ലേ, ആ ഡ്യൂപ്ലിക്കേഷൻ നമുക്കിവിടെ അപ്പാടെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ മോഡലിൽ 1 to many റിലേഷൻഷിപ്പും many to many റിലേഷൻഷിപ്പും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോയിന്റേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോയിന്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡേറ്റാബേസിൽ ആ സ്ട്രക്ചർ മൊത്തം കോംപ്ലക്സ് ആയിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു അഡീഷനോ ഡിലീഷനോ അങ്ങനെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കുറേ പോയിന്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. സോ അതാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഡേറ്റ മോഡൽ നോക്കാം കേട്ടോ.